പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം, അവരെപ്പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്ക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഹല്ലേലൂയ. കേട്ട വചനം ഉപകാരമായി വന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. ആകാശവും ഭൂമിയും മാറിയാലും ദൈവവചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. ദൈവം ഭോഷ്ക് പറയുന്നവനല്ല. ദൈവം പറഞ്ഞത് അതുപോലെ ചെയ്യുന്ന വിശ്വസ്തനായ ദൈവമത്രേ. കർത്താവിൻ്റെ വാ തുറന്ന് ഒരു കാര്യം നമ്മോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി അത് ജീവിതത്തിൽ നടക്കും. നാം ദൈവത്തിൽ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും വചനം കേൾക്കുമ്പോൾ വചനം ജീവിതത്തിൻ്റെ പ്രായോഗിക തലത്തിൽ വരാതെ ഇരിക്കുന്നു. വചനത്തിൻ്റെ അനുഗ്രഹം ഹല്ലേലൂയ ദൈവസഭയ്ക്ക് ലഭിക്കാതെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലൂടെ അപ്പസ്തോലൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്, അവരിൽ പലരും നമ്മെപ്പോലെ വചനം കേട്ടവരാ. നമ്മെപ്പോലെ ഈ പ്രഭാത വചനം കേൾക്കുന്നവർ, നമ്മെപ്പോലെ വേദപുസ്തകം വായിക്കുന്നവർ, നമ്മെപ്പോലെ അനേക മെസ്സേജുകൾ കേൾക്കുന്നവർ, നമ്മെപ്പോലെ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നവർ എന്നൊക്കെ പറയാൻ കാണും. എന്നാൽ കേട്ട വചനം പരിണമിച്ചില്ല, ഉപകാരമായി വന്നില്ല. കാരണം അത് വിശ്വാസമായി പരിണമിക്കായ്ക കൊണ്ട് ഉപകാരമായി വന്നില്ല. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ദൈവത്തിൻ്റെ വചനം നാം സ്ഥിരം കേൾക്കുമ്പോൾ ആ കേൾവി വിശ്വാസമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടണം. കേൾക്കുന്ന വചനത്തെ നാം കണ്ണുമടച്ച് വിശ്വസിക്കണം. കേൾക്കുന്ന വചനത്തെ നാം ഏറ്റുപറയണം. കേൾക്കുന്ന വചനത്തിനകത്ത് ശക്തിയുണ്ടെന്ന്, വചനം നടക്കുമെന്ന് നാം വിശ്വസിക്കണം. നാം വിശ്വസിച്ചില്ലെങ്കിൽ ഒരു നാളും നമുക്ക് അനുഗ്രഹത്തെ പ്രാപിക്കാൻ പറ്റത്തില്ല. യേശു തന്നെ ഹല്ലേലൂയ ലാസറിൻ്റെ കല്ലറയ്ക്കൽ നിന്നപ്പോൾ ഹല്ലേലൂയ മറിയയോടും മാർത്തയോടും പറഞ്ഞത് ഇങ്ങനെ, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, വിശ്വസിക്കുന്നവന് സകലവും സാധ്യമാണ്. ഹല്ലേലൂയ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. നോക്ക്, വിശ്വാസമാണ് ജീവിതത്തിൻ്റെ സ്ഥിതികളെ മാറ്റുന്നത്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11:6 നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ല. വിശ്വാസം കൊണ്ട് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തുള്ളൂ. വിശ്വാസത്താൽ മാത്രമേ ദൈവത്തെ ചലിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും ഹല്ലേലൂയ തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും നാം വിശ്വസിക്കേണ്ടതല്ലയോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുക്ക വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് മാത്രമല്ല വിശ്വസിക്കേണ്ടത്, ദൈവം പ്രതിഫലം കൊടുക്കുന്ന ദൈവം, ദൈവം മാനിക്കുന്ന ദൈവം. ഇത് നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ നാം വിശ്വസിച്ച് നാം ഏറ്റുപറയുമ്പോൾ ആ വചനത്തിന് ജീവനായി ചലിക്കും. ആ വചനത്തിലൂടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. കേട്ട വചനം നമുക്ക് ഉപകാരമായി വരും. ഇന്ന് രാവിലെ സമയത്ത് വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിങ്ങൾ ജീവിതത്തിൽ വേദപുസ്തകം വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി വരണമോ? നിങ്ങൾ നിശ്ചയമായി അത് വിശ്വസിക്കണം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടില്ല എന്നുള്ളൊരു വചനം നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നോക്കിക്കൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ഏറ്റുപറയണം, എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധി ഉണ്ടല്ലോ, എൻ്റെ കർത്താവ് മാറ്റും. കാരണം അവൻ എൻ്റെ ഇടയനാണ്. അവൻ എൻ്റെ ഇടയനെങ്കിൽ എൻ്റെ ഇടയന് എൻ്റെ ആവശ്യങ്ങളെ നന്നായിട്ടറിയാം. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കാം. വിശ്വാസത്തെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് വേദപുസ്തകം പറഞ്ഞെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് വർദ്ധിപ്പിക്കാം. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഇങ്ങനെ പ്രാർത്ഥിച്ച, കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ നീ ഒന്ന് വർദ്ധിപ്പിച്ച് തരണം, ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണം. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങി നേരെ കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം മതി. ഈ രാവിലെ സമയത്ത് പ്രശ്നം നമ്മിലെങ്കിൽ നമുക്കൊന്ന് ഏറ്റുപറയാം, കർത്താവേ എൻ്റെ അല്പവിശ്വാസത്തെ ഒന്ന് പരിഹരിക്കണം, എൻ്റെ ചെറിയ വിശ്വാസത്തെ ഒന്ന് വലുതാക്കണം, എൻ്റെ വിശ്വാസം ഹല്ലേലൂയ വർദ്ധിപ്പിക്കാൻ കർത്താവേ നിനക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഞങ്ങളുടെ അവിശ്വാസത്തെ ഒന്ന് മാറ്റണം. ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം
നമ്മോട് കൃപ തോന്നി ദൈവവചനത്തെ വിശ്വസിക്കുവാൻ നമ്മെ ബലപ്പെടുത്തും. ശിഷ്യന്മാർ ഒരിക്കൽ ഹല്ലേലൂയ ഒരു ഭൂതോദ്രവമുള്ള ഒരു പയ്യനെ ഒരു ചെറുപ്പക്കാരനെ സൗഖ്യമാക്കാൻ ശ്രമിച്ചിട്ട് അവരാകുന്നതും നോക്കിയിട്ട് അത് വിട്ടുമാറിയില്ല. യേശു കർത്താവ് അവനെ വന്ന് ശാസിച്ച് ആ അശുദ്ധാത്മാവിനെ വിട്ടുപോയി. ശിഷ്യന്മാർക്ക് ചോദിച്ചു, കർത്താവേ ഇതെന്താ ഞങ്ങൾ പറഞ്ഞിട്ട് പോകാത്തത്? കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ അവിശ്വാസം നിമിത്തമാണ്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് നിമിത്തമാണ്. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വ്യാധി വിട്ടുമാറത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ സമയം പ്രാർത്ഥനയിലും ഉപവാസത്തിലും നാം ഇരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ നിലവാരം ദൈവം വർദ്ധിപ്പിക്കും. നമ്മുടെ വിശ്വാസത്തെ ദൈവം വലുതാക്കി തരും. നാം ഒരു പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ, വേദപുസ്തകം നാം കൂടുതലായി വായിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ അവിശ്വാസത്തെ എടുത്തു മാറ്റും. അനേകർ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും ചിലർക്കൊന്നും അത് ഉപകാരമായി വരാത്തതിൻ്റെ കാരണം അവിശ്വാസമെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. വചനത്തിൽ പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കും. വചനത്തിനകത്തെ ഓരോ പ്രോമിസും ഓരോ വാഗ്ദത്തും അതതിൻ്റെ സമയത്ത് എൻ്റെ അപ്പൻ നന്നായി ചെയ്തു തരും. ഞാനത് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അവിശ്വാസത്തെ ഒന്ന് മാറ്റി ഞങ്ങളിലെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണം. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരുമ്പോൾ ഞങ്ങളുടെ ജഡമല്ല പ്രശംസിക്കേണ്ടത്, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ക്രിസ്തുവിൽ സന്തോഷിക്കട്ടെ, ക്രിസ്തുവിൽ ബലപ്പെടട്ടെ, കർത്താവിൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടട്ടെ. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.